തൃശൂരിൽ കൃഷിയിടത്തിലെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് യുവതി മരിച്ചു. കുണ്ടന്നൂർ തെക്കേക്കര മാളിയക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ ജൂലിയാണ് മരിച്ചത്. കൃഷിയിടത്തിൽ തേങ്ങ പെറുക്കുവാനായി പോയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റു. പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടൊരെണ്ണമുണ്ട്, അത് കേൾക്കാം. ഇവിടെ തേങ്ങ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു തെങ്ങ് വീണിട്ട് പോസ്റ്റം കിടന്നിരുന്നത് അത് ഇവർ കണ്ടിട്ടില്ല. അത് കാണാണ്ട് ആള് തേങ്ങ പറിക്കാൻ പോയി. ആ തെങ്ങ് വീണപ്പോൾ ഒരു കമ്പി പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ആ കമ്പി കൂടെ വൈദ്യുതി വന്നിരുന്നു. ആളറിയാണ്ട് കമ്പിയെ തട്ടി വീണു. അങ്ങനെ സംഭവം ഉണ്ട്. അങ്ങനെ ഓടിയ ഭർത്താവ് അവിടുന്ന് ആളെ കാണാണ്ട് ഇപ്പോൾ തിരഞ്ഞു വന്നതാണ്. അപ്പോൾ ആളിവിടെ വീണ് കിടക്കുക. അങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴേക്കും മരിച്ചു. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഒന്നൊന്നായി ദാരുണ സംഭവം ആവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നു. അപകടം സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കുന്നത് ലിഷോയ്? ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജൂലി ഈ പുരയിടത്തിനോട് ചേർന്നുള്ള പറമ്പിലേക്ക് തേങ്ങ പെറുക്കാനായി പോയതായിരുന്നു. ഏകദേശം 2 ദിവസം മുൻപാണെന്ന് തോന്നുന്നു. അതായത് ഒരു തെങ്ങ് ഈ വൈദ്യുത ലൈനിനോട് മുകളിലൂടെ വീണിരുന്നു. അത് ഇവരുടെ പുരയിടത്തിനകത്ത് തന്നെയാണ്. മോട്ടോറിന്റെ കണക്ഷൻ മറ്റൊരു കണക്ഷൻ ആയിരുന്നു. അത് അങ്ങോട്ടേക്കുള്ള കണക്ഷനിലായിരുന്നു ഈ തെങ്ങ് വീണിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണിരുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് ആർക്കും വലിയ അറിവുണ്ടായിരുന്നില്ല. ഈ ജൂലിയുടെ ഭർത്താവ് ബെന്നിയും ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള അറിവും ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. ജൂലി ആദ്യം ആ ഭാഗത്തേക്ക് പോയി. അതിനിടയിലാണ് ഷോക്കേറ്റ് അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നത്. ബെന്നി പുറകെ പോയി ഭാര്യയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഷോക്കേറ്റ് കിടന്നത് മനസ്സിലായത്. ഉടനടി തന്നെ അവിടെ നിന്നും ഈ ജൂലിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല. ബെന്നിക്കും ഷോക്കേറ്റിട്ടുണ്ട്. പക്ഷെ ബെന്നിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളില്ല. പക്ഷെ ജൂലിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം നാട്ടുകാരെല്ലാവരും തന്നെ അവിടേക്ക് എത്തുകയും KSEB വിവരം അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. KSEB എന്താണ് ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ? അതായത് ഇത് സംബന്ധിച്ച് KSEBക്ക് അറിവുണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ പുരയിടത്തിനകത്ത് തന്നെ കൃഷിയിടത്തിനോട് ചേർന്നുള്ള ഒരു മറ്റൊരു ലൈനിലാണ് ഇത്തരത്തിൽ ഈ തെങ്ങ് വീഴുകയും ലൈൻ പൊട്ടി വീഴുകയും ചെയ്തിരുന്നത്. പക്ഷെ ഈ വീട്ടുകാർക്കോ KSEB അധികൃതർക്കോ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലും അറിവുണ്ടായിരുന്നില്ല. അതാണ് ഈ അപകടത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ KSEB അധികൃതർക്ക് ഇതിൽ അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയതായി നമുക്കിതിൽ പറയാൻ കഴിയില്ല.